പ്രണാമം. നമുക്ക് വാൽമീകി രാമായണത്തിലേക്ക് തന്നെ മടങ്ങാം. സ്വയം പ്രഭുവും ലോകവിധാതാവും തേജോനിധിയുമായ ചതുർമുഖൻ മുനി പുങ്കവനെ കാണുവാൻ ആശ്രമത്തിലേക്ക് സ്വയമേ എഴുന്നള്ളി. വാൽമീകി മഹർഷി വെമ്പലാർന്ന് തൊഴുതുകൊണ്ട് എഴുന്നേറ്റു സാഷ്ടാംഗം പ്രണമിച്ച് വിസ്മയഭരിതനായി മൗനത്തോടെ നിന്നു. അതിവേഗത്തിൽ പാദ്യം, അഖ്യം എന്നിവകളെ കൊണ്ട് വഴി പോലെ പൂജിച്ച് ആസനസ്ഥനാക്കി നമസ്കരിച്ച് നിരാമയം ചോദിച്ചു. ബ്രഹ്മാവിൻ്റെ കൽപ്പനപ്രകാരം ബ്രഹ്മഋഷിയും ഇരുന്നു. അജിതേന്ദ്രിയൻ്റെ ഹൃദയത്തിൽ അപ്പോഴും താമസാ നദീതീരത്തിലെ രംഗം സ്പഷ്ടമായിരുന്നു. രക്തം വാർന്നുകൊണ്ട് പിടയുന്ന പക്ഷി, ദീനദീനമായി വിലപിക്കുന്ന പക്ഷി. ഭഗവാൻ വാൽമീകിയുടെ ഹൃദയം ഇങ്ങനെ മന്ത്രിച്ചു. ദുഷ്ടനായ കാട്ടാളൻ ചെയ്തത് വലിയ കടുപ്പം തന്നെ. മധുരനാദത്തോടു കൂടിയ ആ ക്രൗഞ്ചപക്ഷിയെ അകാരണമായി ആർക്കാണ് കൊല്ലുവാൻ തോന്നുക? ആകുല ഹൃദയനായ യതീന്ദ്രൻ്റെ നാവിൽ നിന്ന് വീണ്ടും മാ നിഷാദ എന്ന ശ്ലോകം പുറപ്പെട്ടു. നിഷാദൻ്റെ ആത്മാവിനെ അവസാനിപ്പിച്ച ശാപാർത്ഥമല്ല ഇപ്പോൾ ആ ശ്ലോകത്തിൽ നിന്ന് തോന്നിയത്. ലക്ഷ്മി ദേവിയുടെ ഇരിപ്പിടമായവനെ, ശ്രീരാമചന്ദ്ര, രാക്ഷസന്മാരിൽ അതിഗാമിയായ ഒരുവനെ, രാവണനെ സംഹരിച്ച അവിടുത്തേക്ക് എന്നും നശിക്കാത്ത ശ്രേയസ് സംജാതമായി കഴിഞ്ഞു. അത് കേട്ട് മന്ദഹാസത്തോടെ വിധാതാവ് അരുളി ചെയ്തു. വാൽമീകി, അങ്ങ് ചൊല്ലിയത് ശ്ലോകം തന്നെയാണ്. ചിന്തയോ വ്യസനമോ അക്കാര്യത്തെക്കുറിച്ച് ഉണ്ടാകേണ്ട. ഇതെല്ലാം എൻ്റെ ഇച്ഛ പോലെ തന്നെ നടന്നതാണ്. ശ്രീരാമചന്ദ്രൻ്റെ കഥ ശ്ലോകത്തിൽ നിർമ്മിക്കൂ. നാരദൻ പറഞ്ഞതുപോലെ ഈ ലോകത്തിൽ സൽഗുണസമ്പന്നനും മഹാത്മാവും ബുദ്ധിശാലിയും ധീരനുമായ ശ്രീരാമൻ്റെ കഥ വിരചിക്കൂ. ലക്ഷ്മണ സഹിതനായ ദാശരഥിയുടെ രഹസ്യവും വ്യക്തവും അവ്യക്തവുമായ സീതാചരിത്രവും രാക്ഷസന്മാരുടെ കഥയും മറ്റാരാലും അറിയുവാൻ സാധിക്കാത്തതെല്ലാം ഭവാനാൽ അറിയപ്പെടും. അങ്ങ് നിർമ്മിക്കുന്ന ഈ കാവ്യത്തിൽ ഒരൊറ്റ പാഴ്വാക്കും ഉണ്ടാവുകയില്ല. പുണ്യ സംവർദ്ധകവും മനോഹരവുമായ രാമായണം ശ്ലോകരീതിയിൽ വിരചിക്കൂ. പർവ്വതങ്ങൾ, പുഴകൾ എന്നിവ ഭൂമിയിൽ ഉള്ളിടത്തോളം കാലം രാമായണ കഥ പ്രചരിക്കും. ആ കാലഘട്ടത്തിലും അതിനുശേഷവും അങ്ങ് എൻ്റെ ലോകത്തിൽ വസിക്കും. ഇത്രയും പറഞ്ഞ് വിരിഞ്ചൻ അവിടുത്തെ തന്നെ അന്തർധാനം ചെയ്തു. ശിഷ്യരാൽ ആവൃതനായ ബ്രഹ്മഋഷി വാൽമീകി അത്യാശ്ചര്യപ്പെട്ടു. തപോനിധികളായ അന്തേവാസികൾ ആ ആദ്യ ശ്ലോകം വീണ്ടും വീണ്ടും പാടി. സമാക്ഷര ചതുഷ്പാദങ്ങളോടുകൂടി ശ്ലോകത്തിൽ നിന്ന് ഉദ്ഭവിച്ച ആ ശ്ലോകരൂപത്തിൽ തന്നെ രാമായണം രചിക്കുവാൻ പുണ്യാത്മാവായ മാമുനീന്ദ്രൻ തീർച്ചപ്പെടുത്തി. മനോഹരങ്ങളായ വൃത്തങ്ങളും പദങ്ങളും അനേകം അർത്ഥങ്ങളും ഒത്തുചേർന്ന അനേകശതം ശ്ലോകങ്ങളെ കൊണ്ട് അനശ്വര യശസ്വിയായ ഭഗവാൻ വാൽമീകി ശ്രീരാമചരിതം നിർമ്മിച്ചു. ഉചിത പദാസമാസവും സന്ധിയും ഒത്തുചേർന്ന് മനോഹരാർത്ഥങ്ങൾ നിറഞ്ഞ രാവണവധം വിവരിക്കുന്ന ശ്രീരാമായണം സശ്രദ്ധം കേൾക്കുവിൻ. ധാർമ്മികാഗ്രേസരനായ ശ്രീരാമചന്ദ്രൻ്റെ ചരിത്രം വ്യക്തമായി മനസ്സിലാക്കുവാൻ വിധി പോലെ ആചമനാദികൾ ചെയ്ത് കിഴക്കോട്ട് തലയാക്കി വിരിച്ച ഗർഭാസനത്തിൽ കൈകൂപ്പിയിരുന്ന് ഭഗവാൻ വാൽമീകി ജ്ഞാനമാവുന്ന തൃക്കണ്ണുകൾ മിഴിച്ചു. ആ അക്ഷികൾക്ക് മുന്നിൽ ഓരോന്നോരോന്നായി തെളിഞ്ഞു തുടങ്ങി ശ്രീരാമ സീതാലക്ഷ്മണന്മാർ, അയോധ്യ രാജ്യം, മഹാദശരഥ രാജാവിൻ്റെ പത്നിമാർ. അവരുടെ അനുഭവങ്ങൾ മാത്രമല്ല, ഓരോ വ്യക്തിയും ചിരിച്ചത്, പറഞ്ഞത്, പോയത്, ചെയ്തത് എല്ലാം ധർമ്മവീര്യത്താൽ ആ അക്ഷികൾക്ക് മുമ്പിൽ സ്പഷ്ടമായി. മഹാതപസാർജിച്ച ആ യോഗീശ്വരൻ ഉള്ളം കൈയിലെ നെല്ലിക്കയെപ്പോലെ അഭിരാമനായ ശ്രീരാമചന്ദ്രൻ്റെ സച്ചരിതം സുവ്യക്തമായി കണ്ടു. കാമം, അർത്ഥം എന്നീ പുരുഷാർത്ഥങ്ങളെ ശ്രേഷ്ഠമായി കൂട്ടിയിണക്കിയും അർത്ഥം, ധർമ്മം എന്നിവയുടെ പ്രതിപാദനം വിസ്തൃതമാക്കിയും അമൂല്യരത്നങ്ങളടങ്ങിയ അലയാഴി പോലെയും ആഭാതമധുരമായും രഘുവംശ നടുനായകനായ ശ്രീരാമചന്ദ്രൻ്റെ ചരിതം ശ്രീ നാരദ ദേവഋഷി അരുളി ചെയ്തതുപോലെ ഭഗവാൻ വാൽമീകി വിരചിച്ചു. ഉത്തമഗുണപൂർണമായ പട്ടാഭിഷേകാദികൾ അടക്കം ശ്രീരാമൻ അനുഭവിക്കാൻ പോകുന്നതോടുകൂടി മാമുനീന്ദ്രൻ ആദികാവ്യത്തിൽ നിർമ്മിച്ചു. വിചിത്ര പദങ്ങളും അർത്ഥങ്ങളും ഒത്തിണക്കിയ 24,000 ശ്ലോകങ്ങൾ 500 സർഗങ്ങളിലായി ശ്രീ വാൽമീകി രാമായണത്തിൽ ഉണ്ട്.
പ്രാധാന്യം അർഹിക്കുന്ന സംഭവങ്ങൾ ആദ്യകാണ്ഡങ്ങളിൽ ശ്രീരാമദേവൻ അനുഭവിക്കാൻ പോകുന്നത് ഉത്തരകാണ്ഡത്തിൽ ഇങ്ങനെയാണ് രാമായണത്തിൽ വിരചിച്ചത്. ഈ കാവ്യം ആർ പ്രയോഗിക്കും? ഭാവിതാത്മാവായ ഭഗവാൻ വാൽമീകി ഇത്രയും ചിന്തിച്ചപ്പോഴേക്കും ആ പാതാരവിന്ദങ്ങളിൽ കുശനും ലവനും നമസ്കരിച്ചു കഴിഞ്ഞു. സുസ്വരത്തോടുകൂടിയ സംഗീതജ്ഞരും രാജപുത്രരും മുനി വേഷധാരികളും ധർമ്മജ്ഞരും അനശ്വര യശസ്സാർന്നവരും ആശ്രമവാസികളും ഭ്രാതാക്കളും മേധാവികളുമായ ആ കുമാരന്മാരെ വേദാർത്ഥ പൂർത്തിക്കായി രാമായണ മഹാവാക്യം പഠിപ്പിച്ചു. സീതാദേവിയുടെ വിപുലമായ ചരിത്രം രാവണവധം എന്ന പേരിൽ രചിച്ചത് പഠിക്കുവാനും പാടുവാനും ഒരുപോലെ മധുരമാണ്. ഇത് ഗന്ധർവന്മാരെ പോലെ സുന്ദരന്മാരും സുസ്വരത്തോടു കൂടിയവരുമായ ആ സഹോദരന്മാർ ശൃംഗാരം, വീര്യം, ഹാസ്യം, കരുണം, രൗദ്രം, ഭയാനകം, ഭീവത്സം തുടങ്ങിയ എല്ലാ രസങ്ങളും ഒത്തതും 3 പ്രമാണങ്ങളോടുകൂടിയതും ഷഡ്ജമധ്യാദി സപ്തസ്വരങ്ങൾ ശാസ്ത്രവിധി അനുസരിച്ച് ചേർന്നതുമായ ഈ സത്കാവ്യം മനോഹരമായി പാടി രൂപലക്ഷണ സമ്പന്നന്മാരും മധുരോദ്ധാര ഭാഷണന്മാരുമായ ആ സഹോദരന്മാരാകട്ടെ ശ്രീരാമചന്ദ്രസ്വാമിയുടെ തനി പ്രതിബിംബവുമാണ്. ഉരുവിട്ട് ഉറപ്പിച്ച ആ ശ്രേഷ്ഠകാവ്യം ഋഷീന്ദ്രന്മാർ, ദ്വിജവരന്മാർ, സജ്ജനങ്ങൾ എന്നിവർ ഒത്തുചേർന്ന ഉത്തമ സദസ്സിൽ കുശനും ലവനും ഗാനസുധാരസത്തെ പകർന്നു കൊടുക്കുന്നത് പോലെ ഗാനം ചെയ്തു. സർവലക്ഷണ സമ്പൂർണരായ അവരുടെ പാട്ട് കേട്ട് ആനന്ദ കണ്ണീർ എല്ലാവർക്കും ഒഴുകിത്തുടങ്ങി. വളരെ വളരെ നല്ലത്. പാട്ടിന് എന്തൊരു മാധുര്യം! വിശിഷ്യ ശ്ലോകങ്ങളുടെ അർത്ഥഗാംഭീര്യം! ഈ കഥ പ്രത്യക്ഷമായി കാണത്തക്ക വിധം രാഗക്കൊഴുപ്പോടു കൂടി ഒപ്പം പാടുന്നു. എല്ലാവരും വാഴ്ത്തി തുടങ്ങി. ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം. ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം.